ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ലൈവ് സ്റ്റാർട്ടായോ എന്നറിയില്ല, ഇതിൽ കിട്ടുന്നില്ലല്ലോ. ഓ ഓ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ലൈവ്. അങ്ങനെ നമ്മളെ ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്താ പറയുകയാണെന്ന് വെച്ചാൽ കിടന്നു പോയി, അതാണ് സത്യം. ഇന്നിപ്പോൾ 2:15 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്, പക്ഷേ 2:15 ഞാൻ 2 മണിക്ക് എണീറ്റു. 2:15 ഞാൻ ലൈവ് ഇടുമ്പോഴത്തേക്ക് ലൈവ് പോകുന്നില്ല. അപ്പോഴത്തേക്ക് കുറച്ച് സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ, അങ്ങനെ ഗെയിമിൽ കളിച്ച് ഇപ്പോൾ 3 മണിയായപ്പോൾ അങ്ങ് റെഡിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറാക്കാം. ഒരു മിനിറ്റ്. നമ്മൾ ഇന്ന് വെച്ചാൽ ബോട്ടണിത്തെ 2 പാഠം വായിക്കണം. ചാപ്റ്റർ 1 റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, ചാപ്റ്റർ 2 സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. എന്തായാലും തീർക്കണം. അതിൻ്റെ മാത്രമല്ല ബാക്കി കുറേ ഫിസിക്സ് കുറച്ചൊക്കെ തീർത്ത്, അപ്പോൾ ഇതും കൂടി തീർക്കാനുണ്ട്. അപ്പോൾ ഇത് ഇപ്പം തീർക്കാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 1 റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. Each and every organism can live only for a certain period of time. The period from birth to natural death of an organism represents its lifespan. മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ പേരോ ഒക്കെ എടുത്ത് വെച്ച് വായിക്കുക. ഓക്കെ, അല്ലെങ്കിൽ പതിനഞ്ച് വായിക്കുക. ഇത് തന്നെയാണോ? ഇല്ല. ലൈഫ് സ്പാൻസ് ഓഫ് എ ഫ്യൂ ഓർഗാനിസംസ് ആർ ഗിവൺ ഇൻ ഫിഗർ 1.1. Several other organisms are drawn for which you should find out their lifespans and write in the spaces provided. Examine the lifespans of organisms represented in the figure 1.1. Isn't it both interesting and intriguing to note that it may be as short as a few days or as long as a few thousand years? Between these two extremes are the lifespans of most other living organisms. You may note that the lifespans of organisms are not necessarily correlated with their sizes. The sizes of crows and parrots are not very different, yet their lifespans show a wide difference. Similarly, a mango tree has a much shorter lifespan as compared to a peepal tree. ഹലോ, പിന്നെ വോയിസ് റെഡി ആണെന്ന് കമൻറ്റ് ചെയ്യുമോ? സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഹലോ, രണ്ടോടെ ഇല്ല ഇല്ല ഇല്ല, ഇപ്പം ആരുമില്ലല്ലേ? അന്നേരം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ക്ലിയർ ആവുന്നു. എന്തായാലും നമുക്ക് വായിച്ചു പോവാം. Between these two extremes are the lifespans of most other living organisms. You may note that lifespans of organisms are not necessarily correlated with their sizes. The sizes of crows and parrots are not very different, yet their lifespans show a wide difference. Similarly, a mango tree has a much shorter lifespan as compared to a peepal tree. A mango tree has much shorter lifespan as compared to a peepal tree. Whatever be the lifespan, death of every individual organism is a certainty. That is, no individual is immortal except single-celled organisms. Why do we say there is no natural death in single-celled organisms?
Given this in reality, have you ever wondered how vast number of plants and animal species have existed on Earth for several thousands of years? There must be some processes in living organisms that ensure this continuity. Yes, we are talking about reproduction, something that we take for granted. Okay. ഇതാണ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫിഗർ 1.1 നോക്കേണ്ട കാര്യം. ഓക്കെ, ഫിഗർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെ. ഫിഗർ 1.1 അപ്രോക്സിമേറ്റ് ലൈഫ് സ്പാൻസ് ഓഫ് സം ഓർഗാനിസംസ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുക. എലിഫൻ്റ് കൊടുത്തില്ല, റോസ് കൊടുത്തില്ല, ഡോഗ് കൊടുത്തില്ല, നോക്കിപ്പോയില്ലേ കുഴപ്പമൊന്നുമില്ല. കാരണം NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇല്ല കൊടുത്തില്ല, അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഏകദേശം എത്രയാണെന്നുണ്ട. ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് എത്രയാ? 1 to 2 വീക്സ്, ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ. പിന്നെ ക്രോ എന്ന് വെച്ചാൽ കാക്ക, 5 ഇയേഴ്സ്. കാക്ക ക്രോ 15 ഇയേഴ്സ്. ബനാന ട്രീ കൊടുത്തിട്ടില്ല, കൗ കൊടുത്തില്ല, അതൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പാരറ്റ് 140 ഇയേഴ്സ്, 140 കൊല്ലം. ചെറിയ സാധനം അതാണ്, എന്താ വിചാരിക്കും ചെറിയ സാധനമാണ് പക്ഷെ അങ്ങനെ ജാഗൊന്നുമില്ല. 140 കൊല്ലം ചെയ്യും. എന്ത് തത്ത, പാരറ്റ്. ക്രോക്കഡൈൽ 150 ഏറ്റവും കൂടുതൽ കേട്ടോ. അതിൻ്റെ മുമ്പ് ചിലടത്ത് അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും സംഭവിക്കും. ക്രോക്കഡൈൽ മുതലല്ലേ എന്തായാലും ക്രോക്കഡൈൽ 60 ഇയേഴ്സ് ഉണ്ട്. ഹോസ് ഫ്രൂട്ട് ഫ്ലൈ കൊടുത്തില്ല, റൈസ് പ്ലാന്റ് കൊടുത്തില്ല. ടോർട്ടോയ്സ് 100 to 150 ഇയേഴ്സ്. ആമ 100 to 150 ഇയേഴ്സ്. അങ്ങനെ പോലത്തെ ഒരു ഓട്ടോ. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂടി വായിക്കാം. റിപ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ബയോളജിക്കൽ പ്രോസസ്. റീപ്രൊഡക്ഷൻ ഒരു ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗിവ് റൈസ് ടു യങ് വൺസ്. ഈ പ്രോസസ്സിൽ ഓർഗാനിസം യങ് വൺസിനെ കൊടുക്കുന്നു. ഓസ്പ്രിങ് സിമിലാർ ടു ഇറ്റ്സെൽഫ്. അതുപോലെ തന്നെ ഓസ്പ്രിങ്ങിനെ പോലെ തന്നെ. ദി ഓസ്പ്രിങ് ഗ്രോ മെച്ചർ. അങ്ങനെ ഫുള്ള് മലയാളം പറയുന്നത് വെറുതെ ഓർമ്മയിലായിട്ട് പറയാം. നമുക്ക് വായിച്ചാൽ പോവാം. ദി ഓസ്പ്രിങ് ഗ്രോ മെച്ചർ ആൻഡ് റെഡി. ശരിയാണെന്നില്ല കേട്ടോ മലയാളം പറയുന്നത്. അല്ല, ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയൊന്നും ആക്കുന്നില്ല. നമ്മൾ വായിച്ചാൽ പോവാം. Reproduction is defined as a biological process in which a organism gives rise to young ones, offspring similar to itself. The offspring grow, mature, and in turn produce new offspring. Thus, there is a cycle of birth, growth, and death. Reproduction enables the continuity of the species, generation after generation. You will study later in Chapter 5, Principles of Inheritance and Variation, how genetic variation is created and inherited during reproduction. Okay, there is a large diversity in the biological world, and each organism has evolved its own mechanism to multiply and produce offspring. The organism's habitat, its internal physiology, and several other factors are collectively responsible for how it reproduces, based on whether there is participation of one organism or two in the process of reproduction. It is of two types. When offspring is produced by a single parent without the involvement of gamete formation, the reproduction is asexual. When two parents opposite sex participate in the reproductive process and also involve fusion of male and female gametes, it is called a sexual reproduction. Okay,
ക്ലോക്ക് ഒന്ന് ഇൻസ്റ്റാൾ ആകട്ടെ. ടൈം വലുതായെന്ന് തോന്നാലോ. മൂന്ന് 15 5:49 ഇത് തിരിഞ്ഞായിരിക്കും കാണിച്ച കാണാം. ബിക്കോസ് അറിയാലോ സെൽഫി ക്യാമറയിൽ, അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നത്. ഇവിടെ വേണം. ഓക്കെ. 1.1 Asexual reproduction. In this method, a single individual parent is capable of producing offspring. As a result, the offspring that are produced are not only identical to one another, but are also exact copies of their parent. Are these offspring likely to be genetically identical or different? The term clone is used to describe such morphologically and genetically similar individuals. അതിനെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us see. അതിന് മുമ്പ് നമുക്ക് ഫിഗർ 1.2 സെൽ ഡിവിഷൻ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഒന്ന് നോക്കിപ്പോകാം. അതെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? അതിൽ എ എന്ന് പറയുന്നത് ബഡിങ് ഇൻ ഈസ്റ്റ്. അതിൽ പാരൻ്റൽ സെല്ലുണ്ട് ഫസ്റ്റ്. അത് ഫോർമേഷൻ ചെയ്ത് 1 2 3 ആകുമ്പോഴത്തേക്ക് ബഡ് ഉണ്ടാവും. ബി എന്തെന്നാ? ബൈനറി ഫിഷൻ ഇൻ അമീബ. ന്യൂക്ലിയസ് ഉണ്ടാവും, അത് ഡിവൈഡ് ആയി ഡോട്ടർ സെൽസ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ. Let us see how widespread asexual reproduction is. Among different groups of organisms, asexual reproduction is common among single-celled organisms and in plants and animals with relatively simple organizations. In protists and monerans, the organism or the parent cell divides by mitosis into two to give rise to new individuals. Figure 1.2 നമ്മൾ നോക്കിയാണ്. Thus, in these organisms, cell division is itself a mode of reproduction. ഫിഗർ 1.3 ഒന്ന് നോക്കുക. സെക്ഷൽ റിപ്രഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സൂപ്പേഴ്സ് ഓഫ് ക്ലാമിഡോമോണസ് ഉണ്ട്. എ. ബി കൊണീഡിയ ഓഫ് പെനിസിലിയം. സി ബഡ്സിൻ ഹൈഡ്ര. ഡി ജെമ്യൂൾസിൻ സ്പോഞ്ച്. അതിൽ ബിയിൽ നോക്കണ്ട മേലത്തെ ഈ സ്ട്രക്ചേഴ്സ് ഇല്ലേ, ഒരു സ്പെറിക്കൽ അല്ല, ഒരു വട്ടമല്ലാത്ത ഒരു സ്പെറിക്കൽ എന്നല്ല അറിയാം, ഷേപ്പുള്ള എന്താ ഷേപ്പിൻ്റെ പേരും അറിയില്ല, ആ ഷേപ്പിലുള്ള സാധനം അതാണ് കൊണീഡിയ. ഏറ്റവും മേലത്തെ വട്ടത്തിലൊരു നടുക്കൊരു കൊത്തും കൂടി കൊടുത്തിട്ടുള്ള കറുപ്പ്, അതാണ് കൊണീഡിയ. റീന് പറയുന്ന പേര് മൊത്തത്തിൽ കൊണീഡിയ ഫെനിസീലിയ. പിന്നെ സി ബഡ്സിൻ ഹൈഡ്രയിലുണ്ട്. നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മേല നടുക്ക് മൗത്തുണ്ട്, അതേപോലെ തന്നെ സർക്കിളാണ്, വട്ടത്തല്ല അല്ലാത്തൊരു ഷേപ്പ്. താഴെ ബഡ്, ലെഫ്റ്റ് സൈഡിൽ താഴെ ബഡ്, ഏറ്റവും ലെഫ്റ്റ് താഴെയല്ല, അത് കുറച്ച് നല്ല നടുക്കിൻ്റെയും താഴെ ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്ത് ബഡ് ഉണ്ടാവും. ഓക്കെ, many single-celled organisms reproduce by binary fission, where cell divides into two halves and each rapidly grows into an adult. For example, amoeba paramecium. In yeast, the division is unequal and small buds are produced that remain attached initially to the parent cell, which eventually gets separated and mature into new yeast organisms cells. ഓക്കെ, നമ്മുടെ ബ്രേക്ക് ടൈം ആണ് ഇപ്പോൾ. നമ്മളിപ്പോൾ ബ്രേക്ക് ടൈം പാട്ടിയുടെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ബ്രേക്ക് ടൈം ഒന്ന് കൂളാക്കണം, കാരണം അതുവരെ നമ്മൾ വായിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും. 1.5 മണിക്കൂർ
5 മിനിറ്റ് അങ്ങനെയാണ് പഠിക്കൽ. അരമണിക്കൂർ പഠിക്കും, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. പിന്നെ 1 മണിക്കൂറിൻ്റെ 2 സ്ലോട്ട് ഉണ്ട്. അതെന്ന് വരുന്നത് 4:35 ടു 5:35, പിന്നെ 5:40, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. 2 മണിക്കൂർ പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 5:40 ടു 6:40 പക്ഷേ 6:15 വരെ ലൈവ് ഉണ്ടാവും. ഓക്കെ, പറ്റാൻ 6 വരെ ഉണ്ടാവും ഇന്ന് ചിലപ്പോൾ. പിന്നെ 6:40 പിന്നെ അല്ല, ഇന്നിപ്പോൾ തീരെ ഒരു പരീക്ഷയൊന്നും ഇല്ലാത്ത ദിവസം മൊത്തം പഠിക്കും. മൊത്തം പഠിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് 6:40, 6:45 7 അങ്ങനെയൊക്കെ. പിന്നെ അരമണിക്കൂർ 5 മിനിറ്റ് തന്നെ ബ്രേക്ക്. പിന്നെ ചാടി 8, 8:30 to 9 അങ്ങനെ കുറേ ഉച്ചയ്ക്ക് 2 മണിക്കൂർ എല്ലായിടേറെ അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നല്ലോണം പഠിച്ചു കിട്ടും എനിക്കാണ്. അപ്പോൾ നമ്മൾ 21 പോകുന്നത്. 21 പിന്നെ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ് കഴിഞ്ഞ് ഓരോ സെക്കൻഡ് അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്നത് 1, 2, 3 അത് പോയി. അത് പിന്നെ തിരിച്ചിട്ടില്ല. അപ്പോൾ ഈ നമ്മളിങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് സംസാരിക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ട് റിപ്ലൈ തരും. ലൈവായിട്ട് അല്ലെങ്കിൽ പാട്ട് പാടും. എങ്കിലും എനിക്ക് എന്താ കാര്യം പറയാനുണ്ടെങ്കിൽ ഒക്കെ പറയാം. നമുക്ക് എന്താ പറയാനുണ്ട് പറയാം. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇപ്പം എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എടുത്ത് തരാം. ആത്തങ്കര ഓരത്തിൽ നിന്നാലേ കുയിലുക്കും കുരുവിയെ പോലെ ആക്കം പക്കം യാർക്കും തെറിയാമേ ലുക്ക് വിട്ട ബക്കിനു മേലെ കാതടിക്ക ദശയില്ലേ മനസ്സേ കാലത്തൊക്കെ ദുസേലേ ആപത്തുക്ക് പായാം കരി പോലെ ആരായെ മുയങ്കുറാളെ തൂക്കത്തിൽ തിരുകുറുതണ്ണാളെ ഏക്കത്തിൽ തവയ്ക്കിற പൊണ്ണാളെ. തൂക്കത്തിൽ തിരുകിற പൊണ്ണാളെ ഏക്കത്തിൽ തവയ്ക്കിற പൊണ്ണാളെ. ഒരു കറുപ്പാമ്പൂച്ചി പോനാൽ എന്നെ കവത്തി പൂത്താലെ മോശമാ കടികിற കണ്ണാലെ പേസമേ മുടിയ പയ്യന്നാലെ അടിയിന്നിട്ട് തടവേത്തയെ സുൽക്കെ ഇടുപ്പേ മാറ്റാതെ ആത്തങ്കര ഓരത്ത് നിന്നാലെ കുയില് കൂറുയ പോണേ നോക്കുമ്പോ തെയ്യാമേ ലുക്ക് വിട്ട വക്കിന് മേലെ കൽവി കടശേക്കേ പെണ്ണെ മാമ കിട മൂടേ നീ നടക്കുറന്നട്ടൈ ഉട്ടൈ അയ്യോ എൻ മനസ്സില്ല തോത്തട്ടെ ഞാൻ എന്നെത്തിരി ഉഴുതിട്ട് നായിക്ക ഇരുവും പകലും എന്നെ കള്ളടിച്ച് തുറത്തുറ ഒക്കം കിട്ടി എന്നെ അട്ടി പങ്കി വെക്കുറ നല്ല അവസ്ഥയിലാണ് നടിച്ചിയ മാറ്റുற ഉന്നെ പത്ത് നാനും വന്നിരിക്കുക എന്നെ ഒരു മറുവാതൽ ചൊല്ല് உன்னை பிடித்திருக்கேன் நான் வந்திருக்கேன் காதல் சொல்லு வாய் பேசும் வாசன கிளியே ஓய் பேசும் வாசித்திலே அந்த வெண்ணில கொள்ள ஆயா சுட்ட வடகரி நீ வடகரி நீ போனாராடடி எனக்கு நீ தானே சின்னக்கு அடி 5:30 மணிக்கு சிஞ்சரு சோடா தருவேனா உனக்கு நாம் பார்த்த ஒரு தலை நான் தானே உன்னால் தருதலை நான் தானே இந்த நெருப்புல விருந்த சென்னரசி அண்ணே வங்காத்த ராணிய பார்த்தானே கைவாத்த காதல கேட்டேனே எந்த கோம்பள வள்ளி കുളിക്ക മാട്ടേനെ അതങ്ങനെ ഓരത്തിൽ നിന്നാലേ കുയിലും കുരുവേ പോലെ അത് നമുക്ക് ആർക്കും தெரியாமல் ലുക്ക് വിട്ട പക്കിന് മേലെ കഴിഞ്ഞിരിക്കുക. അതാണ് ഞാൻ ലാസ്റ്റിലെത്തുമ്പോൾ സ്പീഡാക്കി. ഓക്കെ, നമുക്ക് വെള്ളം കുടിച്ച് തുടങ്ങാൻ ആരംഭിക്കാം. വെള്ളം നന്നായി കുടിക്കുക, കാരണം ഇപ്പം ചൂട് കാലല്ലേ. നേരൊന്ന്
നമ്മളിന്ന് തണുപ്പിക്കപ്പെടുന്ന വെള്ളം കുടിക്കുക. ചൂടായി തടഞ്ഞ വെള്ളമോ അല്ലേ, ഏറ്റവും നല്ലത് തന്നെയാണ് ചൂടാണ് ഇത്. പിന്നെ ചൂടായി തടഞ്ഞ വെള്ളം നല്ല കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുള്ളത് തണുത്ത വെള്ളം. നേരത്തെ എന്തെങ്കിലും അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഇത്ര ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. ഇതാ എത്ര പെട്ടെന്ന് സമയം പോകും. ഇത് 46 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം 46 കഴിഞ്ഞപ്പോൾ 51. അതിപ്പോൾ 59 കഴിഞ്ഞ് 60 ആകുമ്പോൾ 1 മിനിറ്റ് ആവില്ലേ. ഇതാ 58, 59, 1 മിനിറ്റ് പോയി. അതിന് തിരിച്ചു കിട്ടില്ല. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടുള്ള സമയം നമ്മൾ മാക്സിമം ഫലപ്രദമായി ഉപയോഗിക്കുക. ഉള്ള സമയത്ത് ഇവിടെ അടുത്തേക്കുക. ഇതിനുള്ളതിനെ പറ്റി ചിന്തിക്കുക. കഴിഞ്ഞ പോലല്ല കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കേണ്ട ശരിയില്ല. ഇനി എന്ത് നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുക. ഓക്കെ, ബിലീവ് ഇൻ സെൽഫ് ഇഫ് യു ആർ ഡ്രീം try to protect it. The only one person who believe in yourself is you. Chase your dreams, conquer the world and live your legacy. Okay, ഇതാണ് വെറുതെ മോട്ടിവേഷൻ അടിച്ച് ശരിയായിട്ടില്ല. എന്താണ് വെച്ചുണ്ട് മെനി സിംഗിൾ സെൽഡ് തൊട്ടങ്ങ് തുടങ്ങിയേക്കാം. ഇതിൻ്റെ അടിയിൽ ഫിഗർ 1.3 അടിയിലുള്ള മെനി സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ where a cell divides into 2 halves and each rapidly grows into an adult. For example, amoeba, paramecium. In yeast, the division is unequal and small buds are produced that remain attached initially to the parent cell, which eventually gets separated and mature into new yeast, mature into new yeast organisms cells. Under unfavorable conditions, the amoeba withdraws its pseudopodia and secretes a 3-layered hard covering or cyst around itself. This phenomenon is termed as encystation. ഈ സിസ്റ്റ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. When favorable conditions return, the encysted amoeba divides by multiple fission and produces many minute amoeba or pseudosporious spores. The cyst wall bursts out and the spores are liberated in the surrounding medium to grow up into many amoeba. This phenomenon is known as sporulation. Okay. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇരുട്ടിലേക്കല്ല നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ വെളിച്ചത്തേക്ക്. ഫിഗർ 1.4 അതാണ് നമ്മൾ നോക്കാൻ പോകുന്നതിന്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ ആൻജിയോസ്പേംസ്. ഐസ് ഓഫ് പൊട്ടറ്റോ, ഐസ് ഉണ്ട് പൊട്ടറ്റോയിൽ. പിന്നെ ജെർമിനേറ്റിംഗ് ഐബഡ്സ് കൊടുത്തിട്ടുണ്ടോ നോക്കുക സ്ട്രക്ചേഴ്സ്. ബി റൈസോംസ് ഓഫ് ജിഞ്ചറിൽ റൈസോം ഉണ്ട്. പിന്നെ സി ബൾബിലോക്ക. ജിഞ്ചറിൽ റൈസോം ഉണ്ട്. റൈസോമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. റൈസോം ഓഫ് ജിഞ്ചർ. അതിൽ നോട്ട്സ്, ബഡ്സ്, അഡ്വൻറ്റേഷ്യസ് റൂട്ട് അതൊക്കെ ജിഞ്ചറിൻ്റെ ഭാഗമാണ്. റൈസോം ഓഫ് ജിഞ്ചറിൻ്റെ ഭാഗം. പിന്നെ സി എന്താ ബൾബിൽ ഓഫ് അഗേവ്. അതിൽ സ്ട്രക്ചേഴ്സ് ഒന്നും അടയാളപ്പെടുത്തിയില്ല, അതുകൊണ്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നല്ല, അതിൻ്റെ ചിത്രം നോക്കണം, അങ്ങനെയല്ല അടയാളപ്പെടുത്തിക്കൊന്നുമില്ല, അതുകൊണ്ട്
അത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ഇത് നോക്കണം, അതിനുശേഷം വേണ്ട ഇത് ചിത്രം നോക്കണം, ബാക്കി നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ബാക്കിയൊന്നും നോക്കണ്ട, ഈ എല്ലാം ചിത്രം നോക്കണം. പിന്നെ ഇതിൽ അടയാളപ്പെടുത്തിയില്ലല്ലോ, കാര്യം പറഞ്ഞതുകൊണ്ട് ബൾബിലൊക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞത് ബാക്കി എന്താ അടയാളപ്പെടുത്തിയ. ഡി എന്താ, ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫില്ലം. ബ്രയോഫില്ലത്തിന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ഉണ്ട്, സോറി അഡ്വൻറ്റീഷ്യസ് ബഡ്സ്. ലീഫ് ബഡ് അല്ലേ, ലീഫ് ബഡ് ഓഫ് ബ്രയോഫില്ലം. അന്നേരം അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ഉണ്ടാവുന്നല്ല അതിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ. പിന്നെ ഈ എന്താ, ഓപ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത്. ടെറർ ഓഫ് ബംഗാൾ, വാട്ടർ ഓഫ് കയനോറിയ എന്നൊക്കെ പറയുന്നത് ഇല്ലേ, ടെറർ ഓഫ് ബംഗാൾ, ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത് പറയും, കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നോക്കി പോവുക. പിന്നെ മെമ്പേഴ്സ്, അതിൻ്റെ ഇടയിലുള്ള മെമ്പേഴ്സ് ഓഫ് ദി കിങ്ഡം ഫംഗി ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ് സജസ് ആൽഗെ റീപ്രൊഡ്യൂസ് ത്രൂ സ്പെഷ്യൽ അസെക്ഷൽ റിഫ്ലക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഫിഗർ 1.3 അതാണ് നമ്മൾ നോക്കി. ഇത് അസെക്ഷൽ റിഫ്ലക്റ്റീവ് സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കി. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ദി മോസ്റ്റ് കോമൺ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ സൂപ്പേഴ്സ് ദാറ്റ് യൂഷ്വലി ആർ മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ സ്ട്രക്ചേഴ്സ്. അതർ കോമൺ അസെക്ഷൽ റിഫ്ലക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കൊണീഡിയ, പെൻസിലിയം, ബഡ്സ്, ഹൈഡ്ര ആൻഡ് ജെമ്യൂൾസ് ഇൻ സ്പോഞ്ച്. അതൊക്കെ നമ്മൾ നോക്കി പോയല്ലേ, അല്ലെങ്കിൽ ഓർമ്മയല്ലേ. എന്തായാലും നമ്മൾ അടുത്ത് നോക്കാം. യു ഹാവ് ലേൺഡ് ദി അബൌട്ട് ദി വെജിറ്റേറ്റീവ് റിപ്ലക്ഷൻ ഇൻ ക്ലാസ് 11. ഓക്കെ, വാട്ട് ഡു യു തിങ്ക് ഈസ് വെജിറ്റേറ്റീവ് റിപ്ലക്ഷൻ ഓൾസോ എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റിപ്ലക്ഷൻ? വൈ ഡു യു സേ സോ? Is the term clone applicable to offspring formed by vegetative reproduction? While in animals and other simple organisms, the term asexually is used unambiguously. In plants, the term vegetative reproduction is frequently used. In plants, the units of vegetative propagation such as runner, rhizome, sucker, tuber, offset, bulb are all capable of giving rise to new offspring. Figure 1.4 അത് നമ്മൾ നോക്കിയപ്പോൾ ലാസ്റ്റ് ആയിട്ട്. These structures are called അല്ലേ, ചിഹ്നാന്ന് വിചാരിച്ച് ഞാൻ വായിക്കുകയാണ്. These structures are called vegetative propagules. ഒബ്വിയസ്ലി ഇപ്പോൾ സമയം 3:31. ഓക്കെ, ആയി ആരും ചോദിച്ചില്ല, ആരും ഇല്ല ലൈവിൽ, ഞാൻ വെറുതെ പറയുന്നില്ല. അല്ല, അതുകൊണ്ട് സമയം ഒരു ഇങ്ങനെ പോവുക, സെക്കൻഡുകളും കാടുന്ന പോകുന്ന നമുക്ക് സമയം പോയി തിരിച്ചിട്ടില്ല. ഉള്ള സമയം പഠിക്കാൻ അടിപൊളിയൊക്കെ. Obviously, since the formation of these structures does not involve two parents, the process involved is asexual. In some organisms, if the body breaks into distinct pieces, fragments, each fragment grows into an adult capable of producing offspring. For example, Hydra. This is also a mode of asexual reproduction called fragmentation. You must have heard about the scourge of water bodies. അതാ ഞാൻ പറഞ്ഞത്, scourge of water bodies ഒന്ന് പേര്. or about the terror of Bengal രണ്ടാമത്തെ പേര്. പിന്നെ മൂന്നാമത്തെ പേര് വാട്ടർ ഓഫ് ഔട്ട്സൈഡ് ഓഫ് വാട്ടർ ഹയാസിന്ത് മൂന്നാമത്തെ പേര്. അങ്ങനെ 3-4 പേരായിട്ട് അത് വളരെ സിമ്പിളാണ്. This is nothing but the aquatic plant water hyacinth. Which one is the most invasive? Water hyacinth. Okay. Terror of Bengal water hyacinth. Offset water hyacinth. പിന്നെ അത്
storage of water bodies. 4 പേരിലൊക്കെ കിട്ടും. Which leads to the death of standing water. Okay. Death of fishes. Standing water അല്ല, fishes. Water എങ്ങനെയാവുക? Fishes. You will learn more about it in chapter 13 and 14. നമ്മൾ വിശദമായിട്ട് 13 and 14 ചാപ്റ്റേഴ്സിൽ പഠിക്കും. 13-14 പാഠത്തിൽ. You may find it interesting to know that this plant was introduced in India because of its beautiful flowers and shapes of leaves. Since it can propagate vegetatively at a phenomenal rate and spread all over the water body in a short period of time, it is very difficult to get rid of them. Are you aware how plants like potato, sugarcane, banana, ginger, dahlia are cultivated? Have you seen small plants emerging from the buds called eyes of the potato tuber from the rhizomes of banana and ginger? When you carefully try to determine the site of origin of the new plantlets in the plants listed above, you will notice that they invariably plantlets in the plants listed above, you will notice that they invariably arise from the nodes present in the modified stems of these plants. When the nodes come in contact with damp soil or water, they produce roots and new plants. Similarly, adventitious buds arise from the notches present at the margins of leaves of bryophyllum. This ability is fully exploited by gardeners and farmers for commercial propagations of such plants. It is interesting to note that the asexual reproduction is the common method of reproduction in organisms that have a relatively simple organization like algae and fungi, and that they shift to sexual method of reproduction just before the onset of adverse conditions. Find out how sexual reproduction enables these organisms to survive during unfavorable condition. Why is sexual reproduction favored under such conditions? As sexual vegetative as well as sexual modes of reproduction are exhibited by the higher plants. On the other hand, only sexual mode of reproduction is present in the most of the animals. Most of the animals in the sexual mode of reproduction. One point of sexual reproduction. Sexual reproduction involves the formation of the male and female gametes either by the same individual or by different individuals of the opposite sex. These gametes fuse to form the zygote, which develops to form the new organism. It is an elaborate, complex and slow process as compared to asexual reproduction. Because of the fusion of male and female gametes, sexual reproduction results in offspring that are not identical to the parent of or amongst themselves. A study of diverse organisms, plants, animals or fungi show that though they differ so greatly in external morphology, internal structure and physiology, when it comes to sexual mode of reproduction, surprisingly they share a similar pattern. Let us first discuss what features are common to these diverse organisms. All organisms have to reach a certain stage of growth and maturity in their life.
before they can reproduce sexually. The period of growth is called the juvenile phase. It is known as vegetative phase in plants. This phase is of variable durations in different organisms. The end of juvenile or vegetative phase, which marks the beginning of the reproductive phase, can be seen easily in the higher plants when they come to flower. How long does it take for marigold, rice, wheat, coconut, mango plants to come to flower? In some plants where flowering occurs more than once, what what would you record? What would you call the interflowering period, juvenile or mature? Observe a few trees in your area. Do they flower during the same month year after year? Why do you think the availability of fruits like mango, apple, jackfruit, etc. is seasonal? Are there some plants that flower throughout the year and some others that show seasonal flowering? Plants, the annual and biennial types, show clear-cut vegetative, reproductive and senescent phases. A few plants exhibit unusual flowering phenomenon. നമ്മളെ ക്ലോക്കിനെ കാണുന്നില്ലല്ലോ. ക്ലോക്ക് ബാക്ക് അടിച്ചപ്പം പോയോ മനസ്സിലായോ? ഒരു മിനിറ്റ്. കിട്ടി 3:43. നമുക്ക് എന്തായാലും നമുക്ക് വയ്യ. Are these some plants that flower throughout the year and observe a few trees in your area. Do they flower during the same month year after year? Why do you think the availability of fruits like mango, apple, jackfruit, etc. is seasonal? Are there some plants that flower throughout the year and some others that show seasonal flowering? Plants, the annual and biennial types, show clear-cut vegetative, reproductive and senescent phases. A few plants exhibit unusual flowering phenomenon. Some of them, such as bamboo species, flower only once in their lifetime. Generally after 50 to 100 years, produce a large number of fruits and die. Another plant, surveillance Skundiana, നീലക്കുറിഞ്ഞി
flowers once in 12 years. As many of you would know, this plant flowered during September to October 2006. Its mass flowering transformed large tracts of hilly areas in Kerala, Karnataka and Tamil Nadu into blue stretches and attracted a large number of tourists. In animals, the juvenile phase is followed by morphological and physiological changes prior to active reproductive behavior. The reproductive phase is also variable duration in different organisms. Can you list the changes seen in human beings that are indicative of reproductive maturity? Among animals, for example birds, do they lay eggs all through the year, or is it a seasonal phenomenon? What about other animals like frogs and lizards? You will notice that birds living in natural lay eggs only seasonally. However, birds in captivity, as in poultry farms, can be made to lay eggs throughout the year. In this case, laying eggs is not related to reproduction, but is a commercial exploitation for human welfare. The females of placental mammals exhibit cyclical changes in the activities of ovaries and accessory ducts, as well as hormones during the reproductive phase. Such cyclical changes during reproduction are called a estrous cycle, whereas in primates, monkeys, apes and humans it is called a menstrual cycle. പറഞ്ഞ ഓർക്കൂല ഇതിപ്പോ നമ്മുടെ രാവിലത്തെ സമയം ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ. എന്താ വെച്ചാൽ 2 മണിക്ക് എണീക്കണം. 2:15 ലൈവ് തുടങ്ങുന്നത്. എൻ്റെ മുമ്പ് എണീക്കും, ഞാൻ 2 മണിക്ക് എണീക്കില്ല. അപ്പോൾ ഒന്നാമത് ദിവസമായിട്ടല്ലേ ഉള്ളതും അല്ല ലൈവ് ഉണ്ട്. അല്ല ഒറ്റ ദിവസം ലൈവ് ഇട്ടില്ല. ഈ ഏതാണ്ട് അതിൻ്റെ മുമ്പ് പാപ്പുറത്ത് ടീമായിട്ട് നമ്മളറിയാൻ എനിക്കറിയില്ല, ചിലപ്പോൾ അറിയുണ്ടാവും. അതിൽ വന്നതിന് 3-4 ദിവസം നമ്മളും 2 തുടങ്ങി 4:15-4:30 ആകുമ്പോഴത്തേക്ക് ഇതുവരെ ലൈവൊക്കെ പോയുള്ളൂ. 2.5 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റിയുള്ളൂ. ഇപ്പോഴത്തെ ഉറക്കം വരികയല്ലേ, അതിൻ്റെ മുന്നേ ഉറക്കം വരും. ഉറക്കം വന്നിട്ട് പഠിച്ചിട്ടും കാര്യമില്ല, അതാണ് പ്രശ്നം. വെച്ചാൽ 2:15 ലൈവ് തുടങ്ങണമെങ്കിലേ 2 മണിക്ക് എണീക്കണം. അപ്പം എൻ്റെ ഒരു 4 മണിക്കൂർ മിനിമം 6 മണിക്കൂറാണ് ഞാൻ വെട്ടിച്ചെടുക്കും. 4 മണിക്കൂറൊക്കെ 4 ക്ഷീണമായിരിക്കും, അതാ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾക്ക് 9:45 നടക്കല, എന്നാലും 10:30 ഉറക്കം മതി. പിന്നെ 3.5 മണിക്കൂർ ആകുന്നുണ്ട്. അതുകൊണ്ടായി ക്ഷീണം. അതുകൊണ്ടായി ഇപ്പോൾ ഉറങ്ങണം ഞാൻ ചിന്ത വരിക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോയി നാളെ തൊട്ട് ഇനി 4:15 ഇപ്പം എന്തായാലും കുറച്ച് ഉറങ്ങും. എന്താ വെച്ചാൽ ഇന്ന് പരീക്ഷ
8:30 അവിടെ എത്തണം. ഒരു 6:55 ബസ്സിന് പോകണം. കൂടുതലൊന്നും ഉറങ്ങാൻ പറ്റൂല. എന്തായാലും ഒരു 4 മണി തൊട്ട് 5, 6, 6:15 2 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അപ്പോൾ ഞാനാകെ 3-3.25 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇന്നലെ 10:30 കിടന്നു, അല്ല 10 മണിക്ക് കിടന്നു തന്നെ. അപ്പം 10:30 ഉണ്ടാവും ഉറക്കം. ചൂടുമല്ലേ, ഫാനിട്ടിച്ചും ചൂടാ. അതുകൊണ്ടായിരിക്കും ഒരാഴ്ചയുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് നാളെ തൊട്ട് 4:15 പിന്നെ കുഴപ്പമില്ലല്ലോ. പഠിക്കേണ്ട സമയം കൂട്ടിയതല്ല. അന്നേരം നമുക്ക് കാണുന്ന രാവിലെ പഠിക്കുകയും ചെയ്യാമല്ലോ. എന്നിട്ട് അതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റെഡിയാണല്ലോ. അല്ലാണ്ട് 2:15 പിന്നെ 2:15 അല്ല 3:30 അങ്ങനെ ഉറക്കുന്ന ക്ഷീണമായി പോകും. അതുകൊണ്ട് ഇനി തൊട്ട് നമുക്ക് 4:15 തൊട്ട് ലൈവ് കാണാം. നാളെ 4:15 കാണാം. ഓക്കെ. എന്തായാലും നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ വായിച്ച പാരഗ്രാഫ് അതങ്ങ് പൂർത്തിയാക്കാം. ഒന്നുകൂടി വായിച്ചിട്ട്. Observe a few trees in your area. Do they flower during the same month year after year? Why do you think the availability of fruits like mango, apple, jackfruit, etc. is seasonal? Are there some plants that flower throughout the year and some others that show seasonal flowering? Plants, the annual and biennial types, show clear-cut vegetative, reproductive and senescent phases. But in the perennial species, it is very difficult to clearly define these phases. A few plants exhibit unusual flowering phenomenon. Some of them, such as bamboo species, flowers only once in their lifetime. Generally, after 50 to 100 years, produce a large number of flowering once in 12 years. As many would know, the plant flowered during September October 2006. Its small flowering transformed large tracts of hilly areas in Kerala, Tamil Nadu into blue stretches and attracted by large number of tourists and animals. Juvenile species followed by morphological and physiological changes prior to active reproductive behavior. This reproductive phase is called as a variable duration in the different organisms. ഓക്കെ, നമുക്കിപ്പോൾ ലൈഫല്ല സോറി എന്ന് പറയാൻ പാടില്ല. ഈ യൂട്യൂബ് ലൈവ് സ്ട്രീം അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളെ രാവിലെ പറയാം 4:15 കാണാം. ഓക്കെ, ബായ്.